അധികം വിളച്ചിലൊന്നും എടുക്കാണ്ട് നേരെ കണ്ടന്റിലോട്ട് വരാം. നമ്മുടെ ട്രെൻഡർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഗ്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, 2 എപ്പിസോഡ് നമ്മൾ ചെയ്തു. അതിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ബിഗ് ബോസിൻ്റെ വാർത്തകളാണ്. അപ്പം താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. എൻ്റെ എന്താ പറയുക, ഓഡിയൻസ് അങ്ങനത്തെ ആളുകളായതുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനത്തെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവർ കാണാം. കാരണം നമ്മുടെ മലയാള നാട്ടിൽ ഇപ്പം ബിഗ് ബോസ് ഒക്കെ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരൊക്കെ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ബിഗ് ബോസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട് അല്ലേ. ബിഗ് ബോസിൻ്റെ സീസൺ തുടങ്ങുമ്പോൾ എപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ ഒരാൾ കേൾക്കെ അല്ലെങ്കിൽ ഒരാൾ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട്, അതൊക്കെ എന്തൊരു ഊള പരിപാടിയാണ്, അതൊക്കെ ആര് കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവനോട് ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് പറയും. ഇനിയിപ്പോൾ ലൈവ് കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ എവിടെന്നെങ്കിലും എപ്പിസോഡിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ യൂട്യൂബ്, ഏതൊക്കെ സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ ഒക്കെ റീൽസും ഷോർട്സും ആയിട്ട് വരാൻ പോകുന്നത് ബിഗ് ബോസിലെ ഷോർട്സ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും അപ് ടു ഡേറ്റ് ആണ്. നമ്മുടെ ഈ 6 സീസൺ ബിഗ് ബോസിൻ്റെ ഇപ്പം 7ാമത്തെ സീസൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ കണ്ടസ്റ്റൻ്റൊക്കെ കയറി. ഇന്ന് ലൈവ് പ്രോഗ്രാം അവരുടെ ഇൻട്രഡക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈവ് കാണുന്നവർക്ക് ഹോട്ട്സ്റ്റാറിൽ ലൈവ് ഉണ്ട്. അതല്ല എപ്പിസോഡ്സ് കാണുന്നവർക്ക് എല്ലാ ദിവസവും ഈവനിങ് എപ്പിസോഡ്സും ഉണ്ട്. നമ്മുടെ ലാലേട്ടൻ അധികം വിളച്ചിലൊന്നും എടുക്കാൻ സമ്മതിക്കാത്ത രീതിയിലാണ് ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ ഒരു 10, 19, 20ഓളം കണ്ടസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. ആ കണ്ടസ്റ്റൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാവുന്ന രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്ത് എടുത്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയട്ടോ. ആദ്യം തന്നെ നമ്മൾ കോമണറായിട്ട് അനീഷ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അനീഷിനെ പറ്റി പറയുകയാണെങ്കിൽ ആളുടെ റൈറ്ററാണ്, പിന്നെ എന്താ ഒറേറ്ററാണ്, വ്ളോഗറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആളൊരു നല്ല ഒന്നാന്തരം സ്ത്രീ വിരുദ്ധനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി ആളുടെ ഫസ്റ്റ് ഇൻട്രഡക്ഷനിലും. അതുപോലെ തന്നെ ചില ആളുടെ സംസാരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഡിവോഴ്സാന്ന് പറയുന്നുണ്ട്. അതോടുകൂടി തന്നെ സ്ത്രീകളോട് ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള അല്ലെങ്കിൽ സ്ത്രീകളെ കണ്ണിൻ്റെ നേരെ കണ്ടുവിടാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അനീഷ്. അതുകൊണ്ട് തന്നെ ചില കാട്ടിക്കൂട്ടലൊക്കെ അനീഷിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്നുള്ള കാര്യം വ്യക്തമാണ്. പിന്നെ 2ാമത്തെ കണ്ടസ്റ്റൻ്റായിട്ട് നമ്മൾ കാണുന്നത് ശൈത്യ സന്തോഷാണ്. ശൈത്യ സന്തോഷ് ലോയറാണ്, ആസ് എ പ്രൊഫഷൻ ലോയറാണ്, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററാണ്, പിന്നെ വെൽ നോൺ പേഴ്സണാലിറ്റി ഇൻ മലയാളി വ്യൂവേഴ്സ്. പോപ്പുലർ റിയാലിറ്റി ഷോ അമ്മയും മകളും എന്ന് പറഞ്ഞിട്ടുള്ള ശ്വേത മേനോനൊക്കെ ആങ്കറിങ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇവരാണ്, ഈ ഒരു അമ്മയും മോളുമാണ് ആ പ്രോഗ്രാമിൽ പ്രൈസ് വാങ്ങാണ്ട് ഇറങ്ങിപ്പോയതാണ്. ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ട് നമുക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് അഹങ്കാരി ആയിരിക്കാം. അതായത് 5ാമത്തെ സ്ഥാനം 6ാമത്തെ സ്ഥാനോട്ടം കിട്ടിയ സമയത്ത് അതിനേക്കാൾ ബെറ്റർ ഞങ്ങൾ വിചാരിക്കില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചെന്നും പറഞ്ഞാൽ ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അന്ന് അമ്മയും മോളും. അപ്പം അമ്മയും മോളും ആ മോളാണിത്. അപ്പം അഹങ്കാരി ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പം ബിഗ് ബോസിൽ വരുന്ന സമയത്ത് കുറച്ച് കൈപ്പിടികളൊക്കെ ആരുടെ കയ്യിലുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഉള്ളത് കലാഭവൻ സാരികയാണ്. കലാഭവൻ സാരിക നമുക്ക് കുറേ സീരിയലല്ല കുറേ കോമഡി ഷോസിലും അതുപോലെ തന്നെ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഉരുളക്കുപ്പേരി എന്നൊക്കെ പറഞ്ഞ ടൈപ്പിലുള്ള ഐറ്റം ആളാണ് കേട്ടോ. നല്ല സ്ട്രോങ്ലി സംസാരിക്കുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 1-2 ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. 1-2 കോമഡി ഷോയിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. നല്ല ബോൾഡായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് സാരികൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മുടെ വൺ ആൻഡ് ഓൺലി രേണു സുധിയാണ് അടുത്ത ഒരു കണ്ടസ്റ്റൻറ്റ്. നാട്ടുകാരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചു. സുധിച്ചേട്ടൻ കൊണ്ടാ പോയത് കേട്ടോ. സുധിച്ചേട്ടനെ, അതായത് ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ സുധിച്ചേട്ടാ ഞാൻ എത്തി എന്നും പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ്റെ ആത്മാവിനെ കൂടെ കൊണ്ട് നടക്കുന്ന സുധിയുടെ സ്വന്തം രേണു ആണ് അടുത്ത കണ്ടസ്റ്റൻറ്റ്. എനിക്ക് തോന്നുന്നില്ല ചിലപ്പം ഈ TRP കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് വല്ല കാട്ടിക്കൂട്ടലുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബിഗ് ബോസിൻ്റെ ഒരു ഫോക്കസിങ് ഏരിയയിൽ രേണു സുധി എപ്പോഴും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് ഇപ്പോൾ വന്ന കണ്ടസ്റ്റൻ്റൊക്കെ ഞാൻ കണ്ടെടുത്തോളം ആരും ചുമ്മാ കയറി വന്നവരല്ല. അവരുടേതായിട്ടുള്ള പ്രൊഫഷനിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള കുറേ പേരാണ് ഇപ്രാവശ്യം വന്നതെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടസ്റ്റൻറ്റിനെ കണ്ടപ്പോൾ. അതുകൊണ്ട് തന്നെ രേണു സുധി ആ കൂട്ടത്തിൽ എത്രത്തോളം കുറേ ഡ്രാമ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും രേണു സുധിയുടെ സൈഡിൽ നിന്ന്. അതല്ലാണ്ട് ഒരു ലിമിറ്റിൻ്റെ മേലോട്ടൊന്നും രേണു സുധീൻ്റെ ആക്ടിങ് കണ്ടിരിക്കാൻ മലയാളി പ്രേക്ഷകർക്ക് പറ്റും. അതുകൊണ്ട് തന്നെ വോട്ട് കയറി മുന്നോട്ട് പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ അടുത്തത് അഭിശ്രീയാണ്, ആക്ടറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അഭിശ്രീ ഫെമിലിയർ ഫേസ് എമംഗ് ടെലിവിഷൻ ഫിലിം സീരിയലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ
ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ നോർമൽ സീരിയൽ ഓഡിയൻസ് അതല്ലെങ്കിൽ ഈ കുറേ പ്രോഗ്രാംസ്, ചെറിയ ചെറിയ പ്രോഗ്രാം, ടെലിവിഷൻ പ്രോഗ്രാമിലൊക്കെ അബിയുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളത്ര ഒരു കോമൺ ഫേസ് അല്ല, എനിക്ക് മനസ്സിലാക്കി കൊടുത്തോളൂ. പിന്നെ നമ്മളറിയാത്ത പല ഏരിയകളും ഒക്കെ ഉള്ളത് കൊണ്ട് എത്രത്തോളം ആണെന്ന് അറിയില്ല. പിന്നെ അടുത്ത കണ്ടസ്റ്റൻ്റ് വരുന്നത് അക്ബർ ഖാനെ നമുക്കറിയാം. ഏത് പ്രോഗ്രാമായിരുന്നു? പാട്ടിൻ്റെ ഒരു അമൃത ടി വിയിലായിരുന്നു അതോ ഏഷ്യാനെറ്റിലായിരുന്നു? നല്ല ഉഷാർ അടിപൊളി പാട്ടുകാരനാണ്. എനിക്ക് അക്ബർ ഖാൻ്റെ മറ്റേ ഈ പാട്ടൊക്കെ ഉണ്ട്, എച്ച് നബി പാട്ടൊക്കെ ആൾ പാടിയത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. നല്ല സൗണ്ടാണ്. ആൾ ഒരു സ്ട്രെയിറ്റ് വ്യൂ ഉള്ള ആളാണ്, വെറുതെ വളഞ്ഞ മൂക്ക് പിടിക്കുന്ന ആളൊന്നുമല്ല. ഒരു ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഒരുപാട് പിടിച്ചു നിൽക്കാനൊന്നും പറ്റും എന്ന് തോന്നുന്നില്ല. ഉള്ളതുപോലെ സംസാരിച്ച് നോർമലായിട്ട് ഒരു പാവത്താനായിട്ട് നിൽക്കുന്ന ആളായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പം എത്രത്തോളം അക്ബർ ഖാനൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ പാട്ടുകാരനാണ്, നല്ല കുറച്ച് പാട്ടുകൾ കേൾക്കാം അക്ബർ ത്രൂ ടാസ്കും കാര്യങ്ങളൊക്കെ വരുമ്പം. പിന്നെ മുൻഷി രഞ്ജിത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, മുൻഷി പ്രോഗ്രാം കാണാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. അപ്പം മുൻഷിയാണ് നമ്മുടെ മുൻഷി രഞ്ജിത്ത്. നല്ല സ്റ്റൈലായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാൻ പറ്റുന്ന ആളായിരിക്കും. നമ്മൾ ആ പ്രോഗ്രാം കണ്ട കാര്യമാണ് പറയുന്നത്. കുറേ സമകാലിക പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്ന പല കാര്യങ്ങളെ പറ്റിയാണ്. അതുകൊണ്ട് പല ഒരു ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ചില ആൾക്കാർക്ക് സംസാരിച്ച് മാറ്റാനും പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും മുൻഷിയുടേതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നുള്ളത് ആര്യൻ കത്തൂരിയ. ആള് മോഡലാണ്, ആക്ടറാണ്, ക്രിക്കറ്ററാണ്. ആള് എന്താ പറയുക, ഫിലിം ലൈക്ക് ഫാലിമിയിലൊക്കെ ഉണ്ട്. ഫാലിമിയിലൊക്കെ ഉണ്ടോ അറിയില്ല. 1983 ബോണാണ്. പിന്നെ ഹിന്ദി റിയാലിറ്റി ഷോസിലൊക്കെ ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഓഫ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മലയാളം എന്നല്ല, നിങ്ങളിപ്പം ഹിന്ദിയോ തമിഴോ അല്ലെങ്കിൽ തെലുങ്കോ ഒക്കെ എടുത്തു കഴിഞ്ഞാലും കുറച്ച് ഐക്കൺ മോഡൽസിനൊക്കെ കൊണ്ടുവെക്കാറുണ്ട് അവർ ഈ പ്രോഗ്രാമിനൊക്കെ. അത് കുറച്ചും കൂടെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എന്താ പറയുക, റൊമാൻസും അതുപോലെ പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് റൊമാൻറ്റിക് സപ്പോർട്ട് കിട്ടാൻ അങ്ങനത്തെ ചില മോഡൽസിനെ കൊണ്ടുവെക്കാറുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആര്യൻ കത്തൂരിയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പം അങ്ങനത്തെ ഒരു താരമായിട്ട് ആര്യൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം അർജുനല്ലായിരുന്നു, നല്ല ഹൈറ്റുള്ള ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, പുള്ളി ഇതുപോലൊക്കെ തന്നെ ആ ഒരു സെൻറ്റിമെൻറ്റ്സും അല്ലെങ്കിൽ ആ ഒരു വോട്ടാണ് ഏറ്റവും കൂടുതൽ അർജുന് കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ആര്യൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒനിൽ സാബു ആളൊരു ലോയറാണ്. പിന്നെ നല്ലൊരു ഫുഡ് ബ്ലോഗ്സ് ഒക്കെ ചെയ്യാറുണ്ട്. നല്ല ഫുഡ് ബ്ലോഗ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ആളുടെ കുക്കിംഗ് ഷോ കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഒരു കൾച്ചറൽ എക്സ്പ്ലോററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ പുള്ളി എവിടെയൊക്കെ എനിക്ക് തോന്നുന്നു എന്തായാലും അടുക്കളയിൽ നമ്മുടെ കുക്കിംഗ് ഏരിയയിൽ പുള്ളി ശോഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ മറ്റുള്ള ടാസ്കിലും ബാക്കിയുള്ള ആളുകളുടെ ഇടയിലും എങ്ങനെ പിടിച്ചിരിക്കുന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയില്ല. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് RJ ബിൻസി. എനിക്കൊരു ഐഡിയ ഇല്ല RJ ബിൻസി ആരാണെന്ന്. പിന്നെ RJക്ക് ആയതുകൊണ്ട് തന്നെ വാതാരോണ്ട് സംസാരിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ അപ്പുറത്തുള്ള ആളുകൾ എങ്ങനെ സംസാരിക്കുന്നോ, ഇപ്പോൾ RJ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, റേഡിയോ കൂടെ അവരുടെ സ്ക്രിപ്റ്റ് പറയാന്നുള്ളതോ. അപ്പുറത്തൊരാൾ വന്ന് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ തിരിച്ച് RJയുടെ സംസാരം എത്രത്തോളം മുന്നോട്ട് പോകുക അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടി വരും. അടുത്തത് സാരികയാണ്. സാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് സെലിബ്രിറ്റീസ് പറഞ്ഞാൽ ഹൈ എൻഡ് സെലിബ്രിറ്റീസിനല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഇപ്പം രേണുസുധിൻ്റെ ഉറ്റ സുഹൃത്താണ് രേണുസുധി, ജാസി, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടല്ലോ. ഇപ്പം എന്താ പറയുക, പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇറങ്ങി വന്ന കുറച്ച് താരങ്ങളുണ്ട്. നമ്മുടെ ആറാട്ടനെ പോലത്തെ കുറേ ആൾക്കാർ, അവരെ കൊണ്ടിരുത്തി ഹോട്ട് സീറ്റിലിരുത്തി എന്ത് വായി തോന്നുന്ന ചോദ്യങ്ങളും ചോദിച്ച്, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ചോദ്യം വരെ ചോദിച്ച് അതിനെ ന്യായീകരിച്ച് മെഴുകുന്ന ഒരു ആങ്കറാണ് സാരിക. അതിനപ്പുറത്തോട്ട് സാരികൾക്ക് വലിയ വിവരം ഉണ്ടെന്ന് തോന്നില്ല. പക്ഷേ മുടിയൊക്കെ ആ ഒരു കട്ട് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഭാഷയിലൂടെ സംസാരിക്കുമ്പം പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് ഭയങ്കരമാണല്ലോ എന്ന് തോന്നും. പക്ഷേ ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ സ്റ്റാൻഡേർഡും ആ ചോദ്യം സന്ദർഭത്തിനൊത്താണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരുതരം ബോറൻ ഇൻ്റർവ്യൂസാണ് ഏറ്റവും കൂടുതൽ സാരിക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാരിക ഇവിടെ ചെന്നിട്ടും ബിഗ് ബോസ് ചെന്ന് കഴിഞ്ഞാലും സാരിക എങ്ങനെയൊക്കെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യും, ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക, എത്ര ഹേറ്റേഴ്സ് വരും ചിലപ്പോൾ പുറത്തുനിന്ന് എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും സാരികൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ
നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ ബിഗ് ബോസിൽ പൊതുവേ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്നല്ല, നമ്മളെന്താ പറയുക, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ ലെസ്ബിയൻസ്, അതുപോലെ ഗേസ്, അങ്ങനെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഷോ ആണ് എപ്പോഴും ബിഗ് ബോസ് പോലത്തെ ഷോ. അവിടെ ഇത്തരത്തിലുള്ള അവൻ്റെ എന്താ പറയുക ജെൻഡർ ഐഡൻറ്റിറ്റി അതാണ്, അത് വെളിപ്പെടുത്തിയ പ്രശ്നമുണ്ട് അല്ല, അങ്ങനത്തെ അതൊന്നുമില്ല. ഏതൊരു ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്കും വന്നിട്ട് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും അവരുടെ മനസ്സിലെ അവരുടെ സമൂഹത്തിനോടുള്ള എന്താ പറയുക കാഴ്ചപ്പാടൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ബിഗ് ബോസ് ഇതുവരെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദില നൂറയാണ് അടുത്ത കണ്ടസ്റ്റൻറ്റ്. നമുക്കറിയാം രണ്ടുപേരും ലെസ്ബിയൻസ് ആണ്. വീടൊക്കെ വിട്ട് വീട്ടുകാരൊക്കെ പുറത്താക്കി, അല്ലെങ്കിൽ ആ സമുദായം തന്നെ പുറത്താക്കിയിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അവരുടെ വീഡിയോസും അവർ ചെയ്യുന്ന കുറേ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സ്വന്തമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ് അവരെ പുറത്തറിയപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്, അവരുടെ ലൈഫിനോടുള്ള അവരുടെ റിയൽ ഫേസ് എന്താണ്, റിയൽ അപ്രോച്ച് എന്താണെന്ന് നമുക്ക് ഈ വ്ളോഗിങ്ങിൽ കാണുന്നതല്ല ബിഗ് ബോസിലൂടെ കാണാൻ പറ്റും. അവരെത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും, എന്താ രണ്ടുപേർക്കും ഇതെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം അവർ മുമ്പിലെത്തും എന്ന് കണ്ടറിയേണ്ടി വരും. എനിക്ക് തോന്നുന്നില്ല അവർ അങ്ങ് ഹൈ എൻഡിലോട്ട് വരുന്ന ഒരു ടോപ്പ് 5 കണ്ടസ്റ്റന്റിൽ നിന്ന് എത്തും എന്ന് ഒരു പ്രതീക്ഷയും എനിക്കില്ല. പിന്നെ നമ്മുടെ അപ്പാനി ശരത്തിന് എല്ലാവർക്കും അറിയാം, ഒരു വെൽ നോൺ ആക്ടറാണ്. അതുകൊണ്ട് തന്നെ ആള് കൈവിട്ട സംസാരങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ആക്ടിവിറ്റീസും ഒന്നും ബിഗ് ബോസിൽ ഉണ്ടാവില്ല. ഇങ്ങനത്തെ ചില ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ആക്ട്രസിനെയൊക്കെ എപ്പോഴും ബിഗ് ബോസ് കൊണ്ടുവെക്കാറുണ്ട്. ആദ്യം തുടക്കത്തിലെ കുറച്ച് ഷോക്ക്, അവർക്ക് ഹൈ പേയ്മെൻറ്റും ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഒരു TRPയിൽ കുറച്ച് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ശ്വേത മേനോനെ കൊണ്ടുവന്നിരുന്നു മുമ്പ്. അങ്ങനെ ചില ആളുകൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്. എനിക്ക് അതുപോലത്തെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അപ്പാനി ശരത്ത് എന്ന് തോന്നുന്നുണ്ട്. ഒരു ഡീസൻറ്റ് കണ്ടസ്റ്റൻ്റ് ആയിരിക്കും എന്താണെങ്കിലും. പിന്നെ ബിന്നി സെബാസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സീരിയൽ ഇതിലും, അതുപോലെ തന്നെ 1-2 മൂവീസിലൊക്കെ ഇവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റിനായിരിക്കും ബിന്നി. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇങ്ങനെ കണ്ടുവരുന്നൊരു മുഖമല്ല ബിന്നി സെബാസ്റ്റ്യൻ്റെ. പിന്നെ ഷാനവാസ് ഷാനു മലപ്പുറത്തുകാരനാണ്. ആളൊരു TV സീരിയൽ ആക്ടറാണ്. പിന്നെ വയലിൻ പ്ലേ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഫോളോവേഴ്സ് അയാൾക്ക് TVയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അത്ര ഒരു എന്താ പറയുക ഫേമസ് ആയിട്ടുള്ളൊരു ഫെയിം അല്ല ഷാനവാസിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ ഗെയിം എങ്ങനെയായിരിക്കും എന്ന് കണ്ട് തന്നെ അറിയാം. പിന്നെ അനുമോളാണ്. അനുമോളെ ഒരുപാട് ഫാൻ ബേസ്, ഒരുപാട് സോഷ്യൽ മീഡിയ ത്രൂ, ആളുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ, പിന്നെ ആ ഒരു കോമഡി ഷോ പ്രോഗ്രാമില്ലേ നമ്മുടെ എന്താ പറയുക ഈ സുധിയൊക്കെ ഉണ്ടായിരുന്ന ആ പ്രോഗ്രാം തന്നെ, കോമഡി സ്റ്റാർസ് തന്നെ അല്ലായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേര് മറന്നുപോയി. അങ്ങനെ പ്രോഗ്രാമിനൊക്കെ വളരെയധികം ഫാൻ ബേസും ഒരുപാട് സപ്പോർട്ടേഴ്സുള്ള ആളാണ്. അതുകൊണ്ട് അനുവിന് സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വിക്ടിം കാർഡ് ഇറക്കുക എന്നൊക്കെ ഇപ്രാവശ്യം അതില്ല എന്നൊക്കെയാണ് മോഹൻലാൽ പറഞ്ഞത്. തൊട്ടതിനും പിടിച്ചിനൊക്കെ കരച്ചിലും പിഴിച്ചിലാവാനുള്ള ഹൈ ചാൻസ് ഉള്ള ഒരു അനുമോള് ഒരു ഡ്രാമ ക്യൂനാന്ന് തോന്നിയിട്ടുണ്ട് ഈ പ്രോഗ്രാം നമ്മൾ കാണുന്ന സമയത്ത് പലപ്പോഴും. അതുകൊണ്ട് അങ്ങനെ ഒരു ബേസ് കുറച്ച് ആളുകൾ ഒരു സഹതാപ തരംഗമൊക്കെ അടിച്ചു വിടാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അനുമോളത്. പിന്നെ നെവിൻ ആരാണ്? നെവിൻ മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റി ഇൻ ദ ഫാഷൻ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി. ഓക്കെ, ഡാൻസറാണ്, സ്റ്റൈലിസ്റ്റാണ്, പിന്നെ കൊറിയോഗ്രാഫറാണ്, ഡയറക്ടറാണ്, എല്ലാമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന് മുമ്പത്തെ പ്രാവശ്യത്തെ പോലെ റിയാസ് സലീമിൻ്റെ ഒരു ടൈപ്പാണോ എന്നറിയില്ല, നമുക്ക് കണ്ടറിയാം. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടസ്റ്റൻ്റ്. ഞാൻ ആളുടെ ജെൻഡറോ ഒന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ അതൊന്നുമല്ല പറഞ്ഞത്. ആളുടെ ഒരു പേഴ്സണാലിറ്റി എനിക്ക് തോന്നുന്നത് ആ ടൈപ്പിലായിരിക്കും. റിയാസിനെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പേര് ഹെയ്റ്റ് ആണെങ്കിലും റിയാസിനെ പിന്നെ ഇഷ്ടപ്പെട്ടു വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ബിഗ് ബോസിൽ. പക്ഷേ റിയാസിൻ്റെ പല കാര്യങ്ങളും, പല അപ്രോച്ചും, പല രീതിയിലുള്ള ആളുകളോടുള്ള സംസാര പെരുമാറ്റ രീതികളും ചില സമയത്ത് ഭയങ്കരമായിട്ട് അരോചകമായിട്ട് തോന്നാറുണ്ട് റിയാസിൻ്റെ കാര്യം. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടസ്റ്റൻ്റ് ആണ് നവീൻ എന്ന് തോന്നി. പിന്നെയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് റന ഫാത്തിമ. ഒരു 10-20 വയസ്സിൽ താഴെ ചെറിയ കൊച്ചായി തോന്നി. ആളൊരു ഇൻഫ്ലുവൻസറാന്ന് പറയുന്നുണ്ട്. പക്ഷെ അത്ര ഒരു നമ്മളെ വെൽ നോൺ പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ ഫേസോ ഒന്നും ഇല്ല. ചിലപ്പോൾ അവരുടെ പ്രായത്തിൽ നമ്മളൊക്കെ തന്ത വൈബ് എന്ന് പറഞ്ഞ പോലെ
അവരുടെ പ്രായത്തിൽ 19 വയസ്സ് 18-19 വയസ്സ് പ്രായത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ആൾ ഫേമസ് ആയിരിക്കാം, നമുക്കതിനെപ്പറ്റി അറിയില്ല. പിന്നെ ലാസ്റ്റ് കണ്ടസ്റ്റൻറ്റ് ജിസേൽ തക്രാലാണ്. ജിസേൽ തക്രാൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സൂപ്പർ മോഡലാണ്, അങ്ങനെ പറയേണ്ടി വരും, വെറുതെ നമ്മൾ പറയാൻ പറ്റില്ല. ആൾ മലയാളിയാണ്, പക്ഷേ ആൾക്ക് മലയാളം സംസാരിക്കാൻ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദുബായ് സെറ്റിൽഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓൾമോസ്റ്റ് 1.5 മില്യണോളം ഫോളോവേഴ്സ് ഉള്ള ഒരു സൂപ്പർ മോഡലാണ് ആള്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുറച്ച് ആൾക്കാർ ഇപ്പം മോശം പറയല്ല, അത്തരത്തിലുള്ള കുറച്ച് എന്താ പറയുക ബോൾഡ് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബോൾഡായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ളൊരു മോഡലാണ്. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ മോഡലല്ല, ഒരു ഇൻ്റർനാഷണൽ മോഡൽ തന്നെയാണ്. അവരുടെ ഇൻസ്റ്റാ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയൊക്കെ മനസ്സിലാവും ആളുടെ ബോൾഡ്നെസ് എത്രത്തോളാണെന്നുള്ളത്. കുറച്ച് ഗ്ലാമറസ് ഡ്രസ്സൊക്കെ അവരെന്തായാലും ഇതിലൂടെ വരും, നമ്മളത് കാണുകയും ചെയ്തു, ഇന്നത്തെ ഇൻട്രൊഡക്ഷനിൽ കാണുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഇപ്പം ഈ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ആൾക്ക് എത്രത്തോളം പിടിച്ചെടുക്കാൻ പറ്റുമല്ല, കുറച്ച് കാലമൊക്കെ നന്നായിട്ട് പോവുമായിരിക്കും. പ്രത്യേകിച്ച് മലയാളം എനിക്ക് തോന്നുന്നില്ല ഒരുപാട് മലയാളം സംസാരിക്കും എന്നുള്ളത്, ഒരു മംഗ്ലീഷ് ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത്രയും പേരുടെ അംഗമാണ് നമ്മുടെ മലയാള നാട്ടിൽ നാളെ മുതൽ കാണാൻ പോകുന്നത്. എത്രയൊക്കെ ആളുകൾ ഇഷ്ടമല്ല, ബിഗ് ബോസ് അറിയില്ല, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബിഗ് ബോസിൽ ഓരോ കണ്ടസ്റ്റൻറ്റിനെയും, അതായത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാ ആളുകളും, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതുപോലെ തന്നെ യൂട്യൂബ് യൂസ് ചെയ്യുന്ന എല്ലാ ആളുകളും ഈ പറഞ്ഞ എല്ലാ കണ്ടസ്റ്റൻറ്റിനും ഇനി വരുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് ഫെമിലിയർ ആവും. അവരുടെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ റീൽസും ഓരോ ഷോർട്സും വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇവരൊക്കെ വരികയും ചെയ്യും. പുറത്ത് നമ്മൾ എത്രയൊക്കെ കാണിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാവരും അപ് ടു ഡേറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ലൈവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ് ഹോട്ട്സ്റ്റാറിൽ. അതെല്ലാം എപ്പിസോഡ്സ് കാണുന്നവർക്ക് നാളെ ഈവനിങ് വരെ നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡ്സ് കാണാൻ പറ്റും. ഏതായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എല്ലാ ദിവസമൊന്നും പറയുന്നില്ല, ചില ദിവസങ്ങൾ ചില നമ്മുടെ ട്രെൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെഗ്മെൻറ്റിൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പിസോഡ്സായിട്ട് ചെയ്യുന്നതായിരിക്കും.